ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തുറക്കലപ്പത്തിൻ്റെ റെസിപ്പിയാണ് റമദാൻ സീരീസിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. മുട്ടയും ചമ്മന്തിയൊക്കെയുള്ള ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ആണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ബണ്ണ് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇത് നമുക്ക് ഇഫ്താറിനോ അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുറക്കലപ്പം എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 മുട്ട, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 1/4 കപ്പ് വരെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ മൈദയ്ക്ക് അനുസരിച്ചും പാലിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടാണ് നമ്മൾ മാവ് റെഡിയാക്കേണ്ടത്. ഇനി കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത ശേഷം മാവ് നന്നായി പൊങ്ങി വരുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആക്കുന്നതിന് പകരം കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കുക്ക് ചെയ്ത ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ചിക്കൻ ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കണം. അതിനു വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം, 1 പിടി മല്ലിയില, 1 തണ്ട് വേപ്പില, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, എരിവിനാവശ്യമായിട്ടുള്ള 2-3 പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ തുറക്കലപ്പത്തിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള മസാലകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. 1.25 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് മാവ് നന്നായി പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് കുഴച്ചെടുത്ത ശേഷം 2 ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഈ 2 ഉരുളകളും ചപ്പാത്തിനേക്കാളും കുറച്ച് കട്ടിയിൽ നല്ല വലിപ്പത്തിലായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം ഏതെങ്കിലും ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ടോ അതല്ലെങ്കിൽ കുക്കി കട്ടർ വെച്ചോ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൗണ്ടിലാണ് നമ്മൾ തുറക്കലപ്പത്തിൻ്റെ മസാല വെച്ച് കൊടുക്കേണ്ടത്. ആദ്യം 1-2 ടീസ്പൂൺ ചമ്മന്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് 1-2 ടീസ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലായി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട 1-2 പീസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ റൗണ്ടിലും നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിന് മുകളിലായി നമ്മൾ രണ്ടാമത് പരത്തിയിട്ടുള്ള ഷീറ്റ് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും മസാല വെച്ചിട്ടുള്ള ഭാഗം മൂടി വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ സൈഡെല്ലാം കൈകൊണ്ട് ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാ അപ്പങ്ങളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ അപ്പവും ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. എണ്ണയിലിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ബോൾ പോലെ നന്നായി പൊങ്ങി വരും. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ അപ്പങ്ങളും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തുറക്കലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.